എല്ലാവർക്കും നമസ്കാരം. കോസ്റ്റൽ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോബിൻ എസ് ശർമ്മ എഴുതിയ ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന പുസ്തകമാണ്. പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത് ജോർജ് ബെർണാഡ് ഷാ എഴുതിയ ഒരു കോട്ടോട് കൂടിയിട്ടാണ്. ആ കോട്ട് ഇങ്ങനെയാണ്: ജീവിതം എനിക്ക് ഒരു തൊണ്ട് മെഴുകുതിരിയല്ല, ഈ നിമിഷം ഞാൻ കയ്യിലേന്തിയിരിക്കുന്ന ദീപശിഖയാണ്. വരും തലമുറകളിലേക്ക് കൈമാറും മുമ്പ് എനിക്കത് ആവോളം തേജസ്സിൽ ജ്വലിപ്പിക്കണം. ഇന്ത്യൻ വംശജനായ കനേഡിയൻ പൗരത്വമുള്ള അഭിഭാഷകനും എഴുത്തുകാരനുമാണ് റോബിൻ എസ് ശർമ്മ. ഇദ്ദേഹത്തിന്റെ 12-ലധികം പുസ്തകങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹാർഡ്വേർഡ് ബിസിനസ് സ്കൂൾ, നാസ തുടങ്ങിയവിടങ്ങളിൽ ഇദ്ദേഹത്തെ സ്പീച്ചസ് കണ്ടക്ട് ചെയ്യാൻ ക്ഷണിക്കുകയും അവിടെ ഇദ്ദേഹം സ്പീച്ചുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം എഴുതിയ രണ്ടാമത്തെ പുസ്തകമാണ് ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്നുള്ളത്. ഇത് വൻ വിജയമായതോടുകൂടെ ഇദ്ദേഹത്തിന്റെ ലോയർ എന്ന കരിയർ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് റൈറ്റർ എന്ന കരിയർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവുകയും ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ 25-ാം വയസ്സ് മുതലാണ് ഇദ്ദേഹം എഴുതുവാനായിട്ട് ആരംഭിച്ചത്. ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന പുസ്തകം നിരവധി വായനക്കാരുടെ ജീവിതം മാറ്റിമറിക്കുകയും 15 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിക്കുകയും പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തതുമായ ഒരു പുസ്തകമാണ്. റോബിൻ എസ് ശർമ്മയുടെ വെൽ നോൺ ആയിട്ടുള്ളതും ഒത്തിരി വായനക്കാരെയും എഴുത്തുകാരെയും സ്വാധീനിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണിത്. നമ്മുടെ ഡ്രീംസിനെ ഫുൾഫിൽ ചെയ്യാനും നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് ഈ പുസ്തകത്തിൽ കൂടുതലായും ഉള്ളത്. വായിച്ചു തുടങ്ങിയാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു പുസ്തകം കൂടിയാണിത്. വളരെ പ്രശസ്തനും അതിനാൽ തന്നെ ഏറെ തിരക്കുള്ളവനും എന്നാൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതുമായ ജൂലിയൻ എന്ന വക്കീൽ. ഒരു വാദത്തിനിടയിൽ തന്റെ ന്യൂയോർക്കിലെ കോടതി മുറിയിൽ ഇദ്ദേഹം തളർന്നു വീഴുകയാണ്. അടുത്തെത്തിയ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് അയാൾ. ഇദ്ദേഹത്തിന് നിരവധി ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇതിന്റെ എല്ലാം പ്രതിഫലം എന്നോണം മരണം അയാളുടെ അടുത്തെത്തിയിരുന്നു. അങ്ങനെ കോടതി മുറിയിൽ മരണത്തെ മുഖാമുഖം കണ്ട അയാൾ ഹോസ്പിറ്റലിലെ ICUവിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്റെ വക്കീൽ ജോലി ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ജീവിതം കൂടുതൽ ലളിതമാക്കണം എന്ന ഉദ്ദേശത്തോടെ ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റും സ്വകാര്യ ദ്വീപും ബംഗ്ലാവും ഇദ്ദേഹത്തിന്റെ സ്വന്തം ഫെറാറി കാർ കൂടെ വിൽക്കുകയാണ്. അതിനുശേഷം 3 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി തിരികെ വരികയാണ്. തുടർന്ന് ജൂലിയൻ ഇന്ത്യൻ ഹിമാലയ സാനുക്കളിൽ സന്യാസിമാരോടൊത്ത് ജീവിച്ചിരുന്ന കാലവും വളരെ ഊർജ്ജസ്വലനായി സംസാരിക്കുന്ന ജൂലിയനെ തന്റെ സുഹൃത്ത് അവിശ്വസനീയനായി നോക്കിയിരിക്കുകയാണ്. ജൂലിയന്റെ വാക്കുകളിൽ നിന്നും നമുക്കും നിരവധി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പുസ്തകത്തിൽ 7 കാലാതീതമായ പുണ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ദർശിക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമതായി പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു പൂന്തോട്ടത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഉഴുതുമറിച്ച ഭൂമിയിൽ വിത്തിട്ട് ആ വിത്തിന് വളം നൽകി വളരെ ഭംഗിയോടെ നോക്കിയാൽ മാത്രമേ ഒരു നല്ല പൂന്തോട്ടം ലഭിക്കുകയുള്ളൂ. അതുപോലെയാണ് നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധാപൂർവം നട്ടു നനച്ച് വളർത്തുന്ന ചിന്തകളാണ് നിങ്ങളുടെ ചിന്തയുടെ ഗുണമേന്മയെ നിശ്ചയിക്കുന്നത്. നിഷേധമായിട്ടുള്ള ചിന്തകളെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് പിഴുതെറിയണം. മനസ്സ് ഒരു നല്ല സഹപാഠിയും ക്രൂരനായ യജമാനനുമാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇതാണ് വളരെ ഭംഗിയേറിയ പൂന്തോട്ടം എന്നതിലൂടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി പറയുന്ന പോയിന്റ് ലൈറ്റ് ഹൗസ്. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ലൈറ്റ് ഹൗസുകൾ സ്ഥാപിച്ചത് എന്ന്. കടലിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കപ്പലുകൾക്ക് നേർവഴിയും ഒരു ലക്ഷ്യബോധവും നൽകുവാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഹൗസുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവണം. എല്ലാ നിമിഷവും സമ്മാനമായി കണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടി തുടങ്ങിയിരിക്കണം. മൂന്നാമതായി പറയുന്നത് സുമോ ഗുസ്തിക്കാരനെയും 4-മതായി പറയുന്നത് ഒരു പിങ്ക് വയറിനെയും കുറിച്ചാണ്. റെസ്ലിംഗിനിടയിൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നാണം മറയ്ക്കാൻ വേണ്ടി വയറുകൾ കൊണ്ട് കൂട്ടി യോജിപ്പിച്ച വസ്ത്രമാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിനും ഡിസിപ്ലിൻ ഉണ്ടാകണം. വിശാലമായ നമ്മുടെ ജീവിതത്തിന് ആത്മനിയന്ത്രണം ഉണ്ടാകണം. അതുപോലെ തന്നെ കേസൻ പ്രാക്ടീസ് ചെയ്യുകയും വേണം. എന്താണ് ഈ കേസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജാപ്പനീസ് വേർഡാണ്. കായ് മീൻസ് ചേഞ്ച് എന്നും സെൻ മീൻസ് ഗുഡ് എന്നുമാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും ഒരു കൺട്രോൾ ഉണ്ടാകണം. 5-മതായി പറയുന്നത് ഗോൾഡ് സ്റ്റോപ്പ് വാച്ചിനെ കുറിച്ചാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് സമയത്തെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. സമയം എന്നത് എല്ലാവർക്കും ലഭിക്കുന്നതും എന്നാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ ഒന്നാണ്. വളരെ ചെറിയ പ്രായം മുതലേ ടൈമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ടൈമിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ വളരെ കാര്യക്ഷമവും സംതൃപ്തവും സമ്പന്നവുമായ ഒരു ലൈഫ് ലഭിക്കൂ എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. 6-മതായി ദ ഫ്രാഗ്രന്റ് റോസ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്റെ സുഗന്ധം വഴിയാത്രക്കാർക്കായി നൽകുന്ന റോസ് പ്ലാന്റ്സ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നൽകാൻ പഠിക്കണം എന്നാണ്.
ഇങ്ങനെ നമ്മൾ നൽകാൻ പഠിക്കുമ്പോൾ നമ്മുടെ കണക്ഷൻസ് എക്സ്ട്രാ ബോണ്ടിങ് ഉണ്ടാകുന്നതായി നമുക്ക് കാണാം. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മളെ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ അവരെയും അവരുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മളും സഹായിക്കണം. ഇത് തന്നെയാണ് കർമ്മ ഇസ് എ ബൂമറാങ് എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അത് നമുക്ക് തിരിച്ചു ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കർമ്മം ചെയ്യാൻ മറ്റൊരാളെ സഹായിക്കുക കൂടെ ചെയ്യണം. ഏഴാമതായി ഇദ്ദേഹത്തിന് ലഭിച്ച സ്വപ്നത്തിലെ ദർശനം എന്ന് പറയുന്നത് ദ പാത്ത് ഓഫ് ഡയമണ്ട് എന്നുള്ളതാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വർത്തമാന കാലത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നാളത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ നല്ല സമയങ്ങൾ നശിപ്പിക്കരുത് എന്നും ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓരോ ദിവസവും തന്റെ അവസാനത്തെ ജീവിതമാണെന്ന് ചിന്തിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയങ്ങളെ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പുസ്തകം വായിക്കുന്നതിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ധൈര്യവും ബാലൻസും സംതൃപ്തിയും സന്തോഷവും കൈവരിക്കാൻ സാധിക്കും. സന്തോഷം നിറഞ്ഞ ചിന്തകളും ലക്ഷ്യം നേടിയെടുക്കാനുള്ള ചുവടുകളും സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകുവാനും റിലേഷൻഷിപ്പ് ബോണ്ട് നറിഷ് ചെയ്യുവാനും ഈ പുസ്തകം നമ്മളെ സഹായിക്കും. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഈ ഒരു പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. സോ എല്ലാവരും ഈ ഒരു പുസ്തകം വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും